ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സാധാരണയായിട്ട് വീട്ടിലുണ്ടാക്കാറുള്ള റൈസും അതിലേക്കുള്ള സൈഡ് ഡിഷസുമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ റെസിപ്പീസ് എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും പലരും വ്യത്യസ്ത ടേസ്റ്റിലും വ്യത്യസ്ത രീതിയിലുമാണ് കുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. കൂടാതെ എത്രയും പെട്ടെന്ന് കിച്ചൺ വർക്കുകളൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നുള്ളതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ജോലിയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രീ പ്ലാനിങ് തന്നെയാണ്. അപ്പോൾ കിച്ചൺ വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ രാവിലെ തന്നെ അല്ലെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നതിൻ്റെ ഒരു പ്ലാനിങ് റെഡിയാക്കുക. അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനിവിടെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പെടുത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. മുരിങ്ങക്കായ വെച്ചിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് മുരിങ്ങക്കായ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പ്രാവശ്യം വിസിൽ വന്നിട്ടുള്ള ഈ ഒരു പരിപ്പിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് നമുക്കതിലേക്കുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ കട്ട് ചെയ്തെടുക്കാം. ഇനി കറി വെക്കുന്ന ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് കറി വെക്കുന്ന മൺചട്ടിയോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇട്ട് ഇളക്കിയതിന് ശേഷം ഒരു ട്രാൻസ്പെറൻ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കറിയിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 5-6 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. വെള്ളം തീരെ ചേർക്കാത്തതുകൊണ്ട് തന്നെ അടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ വെള്ളം ചേർത്ത് ഒന്നുകൂടി അടച്ചു വെക്കാം. അടുത്തതായിട്ട് ഫിഷ് മസാല റെഡിയാക്കാം. ഞാനിവിടെ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെയാണ് മസാല ചേർത്തിട്ടുള്ളത്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച് പരിപ്പും മുരിങ്ങക്കായും കൂടി നമ്മൾ നേരത്തെ ഉള്ളി റെഡിയാക്കിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പരിപ്പിൻ്റെ കൂടെ കുക്കറിൽ മുരിങ്ങക്കായ ഇടുന്ന സമയത്ത് വിസിൽ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മുരിങ്ങക്കായ ഒന്നായിട്ട് വെന്തുടഞ്ഞു പോകുന്നതാണ്. നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിലും നമ്മൾ ഈ ഒരു സമയത്ത് തിളപ്പിച്ച് വരുമ്പോൾ മുരിങ്ങക്കായ വെന്ത് കിട്ടുന്നതാണ്. അത് കുക്കാവുന്ന വരെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി നമുക്ക് ഏകദേശം റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു മുരിങ്ങക്കായ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് സൈഡ് ഡിഷസ് ആയിട്ട് ഉപ്പേരികൾ ഉണ്ടാക്കാം. ഞാനിവിടെ വഴുതനങ്ങ ഉപ്പേരിയും അതുപോലെ കോളിഫ്ലവറുമാണ് എടുത്തിട്ടുള്ളത്. വഴുതനങ്ങ ഒരു മെഴുക്ക് പുരട്ടി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ വഴുതനങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത് തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിന് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കോളിഫ്ലവർ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോളിഫ്ലവർ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കേണ്ടതാണ്. ഒരു 10 മിനിറ്റെങ്കിലും ഇത് വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ഈ ഒരു സൈസിലാണ് കോളിഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും പച്ചമുളക്, കറിവേപ്പിലയും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ടതിന് ശേഷം ഉള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വലിയ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും കൂടി ഒന്നിച്ച് പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ റെസിപ്പീസും റെഡി ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്യാനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കോളിഫ്ലവർ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ റെസിപ്പീസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്